നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് കിരണിനോടും വേലുവിനോടും ഒക്കെ നവീൻ പറഞ്ഞു, എന്താണെങ്കിലും എന്തേ വേലു കുറ്റം സമ്മതിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. അല്ല, വേലു ഇനിയിപ്പൊ അങ്ങനെ ചെയ്തതാണെന്ന് ചോദിച്ചു. അയ്യോ സാറേ, ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞേ? അതിന്റെ ആവശ്യമില്ലായിരുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം എന്നെങ്കിലും ഒന്ന് വിവരം അറിയിക്കാൻ വരായിരുന്നു കിരണേ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ നവീനെ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല, നോക്കട്ടെ. ജാമ്യം കിട്ടുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കാം. SIനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അയാള് ഒരു മുഷടനാന്ന് പറയണ. സാരമില്ല, ഞാൻ നോക്കാം. എത്ര വലിയ മുരടനാണെങ്കിലും ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് CAയുടെ മുന്നിലേക്ക് ചെന്നു നവീന്. ആ, വക്കീല് സാറോ, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അല്ല എന്റെ പൊന്നു സാറേ, ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവന് അവൻ എത്ര കൊടും ക്രിമിനലാന്ന് സാറിന് അറിയാവുന്നതല്ലേ? അവൻ ചെയ്ത ക്രൂരതകൾക്ക് അവനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാ. അങ്ങനെയുള്ള ഒരുത്തൻ മരിച്ചു പോയതിന്റെ പേരില് സാർ ഈ അന്വേഷണമായിട്ട് ഇറങ്ങിയിട്ട് ആ കിരണിനെയൊക്കെ അകത്ത് പിടിച്ചിരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ CI പറഞ്ഞു, എനിക്കൊരു കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതിയാവുള്ളൂ. സ്റ്റെഫി എന്ന് പറയുന്ന പെൺകുട്ടി, അവളാണ് വന്ന് കംപ്ലൈന്റ് തന്നെ. അതും ഗംഗാപ്രസാദിന്റെ കാമുകിയായിരുന്നു. അവള് വന്ന് ഗംഗാപ്രസാദിനെ കണ്ടില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് വന്നു. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നവീൻ പറഞ്ഞു, ഈ പറയുന്ന ഗംഗാപ്രസാദ് എത്ര പേരെ കൊന്നാന്ന് സാറിന് നന്നായിട്ട് അറിയാലോ. അങ്ങനെ പറഞ്ഞിട്ട് വക്കീൽ അറിയാവുന്ന കാര്യമില്ലേ? ഒരാൾ ക്രിമിനലാന്ന് പറഞ്ഞിട്ട് അയാളെ കൊല്ലാനായിട്ടുള്ള അവകാശം കാര്യങ്ങളും ഇല്ലെന്ന്. ഇതൊക്കെ ഞാൻ പിന്നെ വക്കീലിനോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നവീൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാവുന്ന സാറേ. പക്ഷെ ഇവനെ പോലെ ഒരു കൊടു ക്രിമിനല്, ഇവന്റെ മരണം എത്ര പേരെ ആഗ്രഹിച്ചിരുന്നറിയാവോ? അല്ലേലും അതങ്ങനെയാ. മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പത്തേനും എല്ലാരും പുണ്യാളന്മാരാക്കി വെക്കൂലേ? അവൻ എത്ര വലിയ ക്രിമിനലാണെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ വലിയ എന്തോ ചെയ്യുന്നുള്ള മട്ടിലല്ലേ കൊന്നയാള് കൊലയാളിയാവൂന്ന് പറഞ്ഞു. CA പറഞ്ഞു, അതൊന്നും ഇനി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. വക്കീൽ സാറ് നാളെ കോടതിയിലേക്ക് വാ, അവിടെ ഒന്ന് ജാമ്യം എടുക്കാൻ നോക്ക്. അല്ലിപ്പോ ഇവിടുന്ന് ജാമ്യം കിട്ടത്തില്ലേ? അതൊന്നും കിട്ടുന്ന കാര്യമില്ല. കോടതി വന്ന് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് ജാമ്യം എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? എങ്കിൽ ശരി, കോടതി വെച്ച് കാണാന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നവീനും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ CA പറഞ്ഞു, അതെങ്ങനെയാ, ഓരോരുത്തന്മാരും കൂടെ ഇറങ്ങി വന്നോളും. വക്കീലാന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നാളെ ഇവൻ കോടതിയിൽ എന്താ കാണിക്കുന്നെന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇവൻ ഏതാണ്ട് കാണിക്കുമെന്ന് പറഞ്ഞിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ CA മനസ്സിൽ പറയുക. ഇതേ സമയത്ത് SI പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരനെ ലൈസൻസ് ഇല്ലാത്തതിന്റെ പേര് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനോട് പറഞ്ഞു, എടാ, ലൈസൻസും കാര്യങ്ങളൊക്കെ ഇല്ലാതെയാണ്ട വണ്ടി ഓടിച്ചോണ്ട് നടക്കണേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പിഴ അടിച്ചിട്ട് പോയിക്കോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നവീൻ അങ്ങോട്ട് വരുന്നേ. നവീനെ കണ്ടു കഴിഞ്ഞപ്പോ SI ചോദിച്ചു, എന്തായി വക്കീല കാര്യങ്ങള്? CA എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത് പറയാനാ, അയാളുടെ കാര്യത്തിൽ ഒരു മാറ്റമില്ല. ഓഹ്, എന്റെ പൊന്നും സാറേ, അല്ല എന്റെ പൊന്നു വക്കീലെ, ഒന്നും പറയണ്ട. ഭയങ്കര ആദർശധീരനാ. ഞങ്ങക്ക് തലവേദന ആയിരിക്കുവാ. ആ ഗംഗാപ്രസാദ് എന്ന തലവേദന ഒഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാ അവന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് അനുസരിച്ചല്ലേ മതിയാവുള്ളൂ. ഒരിടത്ത് ഒരു 5 മിനിറ്റ് ഇരുത്തത്തില്ല. എപ്പോഴും അന്വേഷണം അതാ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നവീൻ പറഞ്ഞു, അവനെപ്പോഴും ക്രിമിനല് മരിക്കരുതാ. പക്ഷെ ഈ CA സാറ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന, അത് പിന്നെ സ്റ്റെഫിയുടെ പരാതിന്മേലാന്ന് പറഞ്ഞല്ലോ, അത് ശരിയാ. എന്നാലും ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അവനെ പോലെ ഒരു കൊടും ക്രിമിനൽ ഇല്ലാതാവണ്ടല്ലേന്ന് ചോദിച്ചു. അതെ, ഇല്ലാതാവേണ്ടതാണ്. പക്ഷെ CA സാറിനോട് പറഞ്ഞ അതൊന്നും തലയിലേക്ക് കയറത്തില്ല. അയാളത് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്നുള്ള വാശിയില്ല. ഈ കേസെന്നല്ല, എല്ലാ കേസും ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. ശരി, ഇനിയിപ്പം ജാമ്യം കിട്ടത്തില്ലല്ലേ? നാളെ കോടതി ഹാജരാക്കുമ്പോൾ ജാമ്യം എടുത്തോളാന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, വക്കീൽ സാർ ആ വഴിക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഒരു സ്കൂട്ടി അങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. സ്കൂട്ടിയിൽ നിന്ന് സ്റ്റെഫി ഇറങ്ങുവാണ്. സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞപ്പോൾ SI പറഞ്ഞു, ദേ, അവളാണ് സ്റ്റെഫി, അറിയാലോ. അവളാണ് പരാതി കൊടുത്തിരിക്കുന്ന ഗംഗാപ്രസാദിനെ കണ്ടില്ലെന്ന് പറഞ്ഞു. ഗംഗാപ്രസാദിന്റെ കാമുകിയായിരുന്നു പറഞ്ഞു. ഇവളെ എനിക്കറിയാം, ഇവള് പത്രത്തിനും TV ഒക്കെ ഫേമസ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെഫി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ SI ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അതെ, എനിക്ക് CA സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, വേറെ പലരെയും കാണാനുണ്ട്. അവരെ പിടിച്ചെന്നറിഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. എനിക്കറിയായിരുന്നു അങ്ങനെ ആയിരിക്കുമെന്ന്. പിടിച്ചെന്നറിഞ്ഞിട്ട് ഈ സമയത്ത് നവീൻ പറഞ്ഞു, അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവരെ പുറത്തിറക്കുമെന്ന് പറഞ്ഞു. അല്ല, ഇതാരാന്ന് ചോദിച്ചു. ഇത് വക്കീല് കിരണിനൊക്കെ വേണ്ടി വാദിക്കാനോ. ഓ,
ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നായിരിക്കില്ലേ? എന്നിട്ട് ജാമ്യം കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, നാളെ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ ജാമ്യം എടുത്തോളാന്ന് പറഞ്ഞു. പിന്നെ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ജാമ്യം എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതൊന്നും കിട്ടാൻ പോകുന്നില്ല വക്കീലെ, വെറുതെയാന്ന് പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കണമെന്ന് ചോദിച്ചു. തൽക്കാലത്തേക്ക് ഞാനാ തീരുമാനിക്കുന്നത്. എടി, നിനക്ക് നാണമുണ്ടോ ഇങ്ങനൊരു പരാതി കൊടുക്കാനായിട്ട്? എന്താ, എനിക്ക് പരാതി കൊടുക്കാൻ പറ്റില്ലേ? ഞാൻ ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റില്ലായികയൊന്നുമില്ല. എനിക്ക് പരാതി കൊടുക്കാം. പിന്നെ എന്റെ പ്രാണനെ ഇല്ലാതാക്കിയിരിക്കുന്നേ. എന്റെ ഗംഗ ആണൊരുത്തനായിരുന്നു. അവനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും തൊടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവനെ ഇല്ലാതാക്കിയത്, അത് കേട്ട് കഴിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, അവനെ ഇല്ലാതാക്കിയത് ഒരാണൊരുത്തൻ തന്നെയാടി. അവനകത്ത് കിടപ്പുണ്ട്, നല്ല അന്തസ്സോടെ നെഞ്ചും വിരിച്ച്. പക്ഷെ നിന്റെ ഗംഗാപ്രസാദിന് ഇരുട്ട് തല ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അവൻ അങ്ങനെയല്ല കിരണം. അവൻ വെളിച്ച് തന്നെയാടി ആക്രമിച്ചിരിക്കുന്നേ. എന്നിട്ട് ഗംഗാപ്രസാദ് ആണൊരുത്തനാന്ന് പറയുന്നു. നാണം ഉണ്ടോടി? അവനെ ഇറക്കാൻ എനിക്കറിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് നവീൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് സ്റ്റെഫി പറഞ്ഞു, അവന് മാക്സിമം ശിക്ഷ എന്തായാലും വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. എസ് ഐ ചോദിച്ചു, അല്ല ഇപ്പൊ നീ എന്തിനാ വന്നേന്ന് ചോദിച്ചു. എനിക്ക് CI സാറിനെ ഒന്ന് കാണണം. ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ, നിന്നെ കാണാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞിട്ട് എസ് ഐ അകത്തേക്ക് കയറിച്ചിട്ട് CIയോട് പറഞ്ഞു, ആ സ്റ്റെഫി ഇല്ലേ, അവള് കാണാൻ വന്നിട്ടുണ്ട്. അവളെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റെഫിയോട് നിന്ന് അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. സ്റ്റെഫി വന്നു കഴിഞ്ഞപ്പോഴത്തേനും CI ചോദിച്ചു, എന്താ സ്റ്റെഫിന്ന് ചോദിച്ചു. സാറേ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടാ വന്നേ. അവരെ പിടികൂടി എന്നുള്ള കാര്യം. അത് പിന്നെ അറിഞ്ഞല്ലോ, അതിപ്പോ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. സാറേ നേരിട്ട് കണ്ട് ഒരു അഭിനന്ദനം പറയാൻ വേണ്ടി വന്ന സാറായതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയത്. വേറെ ആരാണെങ്കിലും ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. അതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ CI പറഞ്ഞു, ആയിക്കോട്ടെ. അല്ല സാറേ, എനിക്ക് അവരൊന്ന് കാണാൻ പറ്റുമോ? കാണുന്നതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. സാറേ, കൂടെ ഒരു ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയോ? അവന്മാരെന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു. അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമില്ല. നാളെ കോടതി വിസ്താരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നീ അവിടേക്ക് പോരെ. അപ്പൊ നിനക്ക് കേൾക്കാൻ കാര്യങ്ങളെന്ന് പറഞ്ഞു. ശരി സാറേ, ഞാൻ അവരെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവരുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്ത് SI പറഞ്ഞു, സാറേ ഇവളുടെ സ്വഭാവം അറിയാലോ, ഇവൾ ആരെ എന്താന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. എല്ലാം എനിക്കറിയാടോ, ഓരോരുത്തരെ ഞാൻ പഠിച്ചു വെച്ചിട്ടില്ലേ, ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങണേ എന്നൊക്കെ SI CIയോട് പറയാണ്. പിന്നീട് സ്റ്റെഫി സെല്ലിനരിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് രതീഷ് പറഞ്ഞു, ദേ കിരൺ സാറേ, അവള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെഫി എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല കാഴ്ച എന്ന് പറഞ്ഞു. ഈ കാഴ്ച കാണാൻ ഞാൻ കാത്തിരുന്നേന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, നീ സന്തോഷിക്കൊന്നും വേണ്ടേ, ഞങ്ങൾ എല്ലാ കാലത്തും ഇവിടെ കിടക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ സ്റ്റെഫി പറഞ്ഞു, നീയൊക്കെ കിടക്കൂടാ, നിനക്കൊക്കെ പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിത്തരും. എന്റെ ഗംഗയെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഒന്നും വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നിന്റെ ഗംഗയോ? നാണം ഉണ്ടൂടെ അത് പറയാനായിട്ട്? എടാ, അവൻ ആണൊരുത്തനായിരുന്നു പറഞ്ഞു. നിന്നെ ഒന്നും പോലെ അല്ലെന്ന് പറഞ്ഞു. പിന്നെ ആണൊരുത്തന്? എടി, അവൻ ആണൊന്നും അല്ല. അവൻ ആണായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. എന്നോട് മുട്ടാനായിട്ട് അവനൊന്ന് വന്നു നോക്കി, ഞാൻ അങ്ങ് തീർത്ത് കളഞ്ഞു. ഇത് കൂടുതൽ നിനക്ക് എന്തെങ്കിലും അറിയണമെന്ന് ചോദിച്ചു. സ്റ്റെഫി പറഞ്ഞു, അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കൂടാ, നിനക്ക് മാക്സിമം ഞാൻ ശിക്ഷ വാങ്ങിത്തരും. ഇത് കേട്ടിഞ്ഞപ്പോ രതീഷ് പറഞ്ഞു, അയ്യോ അവൻ പുണ്യാളനായിരുന്നല്ലോ അല്ലേ? എടി, അവൻ എത്രമാത്രം ക്രൂരത ചെയ്തു, എത്ര പേരെ കൊന്നു, എന്നിട്ടാണോടി നീ അവന് വേണ്ടി വാദിക്കുന്നേ? നിനക്ക് നാണമുണ്ട് അവനെ പോലെ ഒരുത്തനെ സ്നേഹിച്ചു പിന്നാലെ നടക്കാനായിട്ട്? എന്നിട്ടിപ്പോ കേസും കൂട്ടുമായിട്ട് നടക്കണു. അതേടാ, അവൻ ചങ്കുറപ്പുള്ളവനായതുകൊണ്ട് അവനെ സ്നേഹിച്ചേ. അവന്റെ അത്രയും ചങ്കുറപ്പ് ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലു പറഞ്ഞു, അത് നീ വേറെ ആണുങ്ങളെ കാണാത്തോണ്ടാ. ഈ സമയത്ത് കിരൺ പറഞ്ഞു, സ്റ്റെഫി നീ ഇവിടെ നിന്ന് വെല്ലുവിളി നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ തീർന്നത് തന്നെയാ. പിന്നെ ഞങ്ങൾ ഇവിടെ തളച്ചിടാന്ന് നീ വിചാരിക്കുകയും വേണ്ട. ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. രക്ഷപ്പെടും? നിന്റെയൊക്കെ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ചാലും നിനക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലടാ. ഈ സ്റ്റെഫി ആരാന്ന് നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. നീയൊക്കെ ഇവിടെ കിടന്ന് അറിയിക്കത്തുള്ളൂ. ഇനിയിപ്പൊ ജയിലിലായിരിക്കും നിന്റെയൊക്കെ സ്ഥാനം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ എന്താണെങ്കിലും അതിന് പറഞ്ഞിട്ട് അറിയാലോ, എങ്ങനെ രക്ഷപ്പെടണം, ഏത് വണ്ണം പോകണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അങ്ങനെ കിരണൊക്കെ വിളിക്കുന്നുണ്ട്. ഒടുവില് സ്റ്റെഫി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അവളെ സൂക്ഷിക്കണം. അവള് മിക്കവാറും നമ്മളെ വേദനിപ്പിക്കാനായിട്ട് നമ്മുടെ കുടുംബക്കാരെ നോവിച്ചെന്നിരിക്കും. അവളുടെ സ്വഭാവം അതാ. അതല്ല അതിലപ്പുറം ചിലപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, അത് ശരിയാണല്ലോ കിരൺ സാറേ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തകർച്ച ഉണ്ടാവുന്ന അവൾക്ക് നന്നായിട്ടറിയാം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അവൾ തയ്യാറാകൂല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഈ സമയത്ത് ബൈജു കല്യാണിയെ കാണാനായിട്ട് അങ്ങോട്ട് കയറി. അങ്ങനെ കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ചോദിച്ചു, ബൈജു നീ വന്നോ? കുറെ നാളായാലും നിന്നെ കണ്ടിട്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ എൻ്റെ കല്യാണി, എൻ്റെ കാലിനൊക്കെ ഭയങ്കര നീരാ, ഒന്നും ശരിയായിട്ടില്ല. പക്ഷെ നിനക്ക് ഇങ്ങനെ വയ്യായിക ഒന്നും അറിഞ്ഞപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. സാരമില്ല ബൈജു. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ നിൽക്കാൻ പറ്റില്ല. നിനക്ക് സുഖമാണല്ലോ അല്ലേ?
നിന്റെ വേദനകളൊക്കെ കുറഞ്ഞല്ലോ അല്ലേന്ന് ചോദിച്ചു. എൻ്റെ വേദനകളൊക്കെ കുറഞ്ഞു. ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല. നീ സമാധാനമായിട്ടിരിക്കുക. നിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ ബൈജുവിനോട് പറയണം. ബൈജുവിന് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് രൂപ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം രൂപയുടെ അടുത്തേക്ക് ശാരി ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുവാണ്. നിൽക്കുന്ന അവള് സ്വന്തം സഹോദരനാ മരിച്ചു പോയത്. അമ്മാവനെയാ ഈ കൊന്നത് കിരൺ. എന്നിട്ട് പോലും ഇവൾക്കാണെങ്കിൽ യാതൊരു സങ്കടവും ഇല്ല. അതിനുള്ള ശിക്ഷ ആ കിരണിന് കിട്ടുക തന്നെ ചെയ്യും. ഒന്നുമല്ലേലും എത്ര ദുഷ്ടനാന്ന് പറഞ്ഞാലും അവന്റെ അമ്മാവനായിരുന്നല്ലോ. അവനങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? അധികം വൈകാതെ അവൻ അവിടെ കിടക്കും, ആ ജയിലിൽ കിടക്കും. താൻ ആ കാഴ്ച കാണും എന്നൊക്കെ ഓർത്തോണ്ട് ശാരി വന്ന് സരുവിന് ചായ കൊടുക്കണം. അപ്പോഴേക്കും സരു പറഞ്ഞു, സരുവിനല്ല രൂപയ്ക്ക് ചായ കൊടുക്കണം. അപ്പോഴേക്കും രൂപ പറഞ്ഞു, നിന്റെ ചായ കൊണ്ടുപോക്കണം. ഇവിടെ എൻ്റെ മോൻ എന്ത് സംഭവിച്ചെന്ന് അറിയില്ലാതെ ഞാൻ ആകെ പല ടെൻഷൻ അടിക്കുക. അപ്പോഴാണ് അവൾ അവളുടെ ചായ ആയിട്ട് വന്നിരിക്കുന്നത്. അയ്യോ, ഒന്നും സംഭവിക്കില്ല കിരൺ മോന്. കിരൺ മോൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. എടി, മരിക്കാനുള്ളതായിരുന്നു ആ ദുഷ്ടൻ ഗംഗാപ്രസാദ്. അതുപോലെ തന്നെ നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ ആ രാഹുലും. രണ്ട് ദുഷ്ടന്മാരാ ഇല്ലാതായി തീർന്നത്. നല്ല കാര്യം തന്നെയാ. പക്ഷെ ഇതിന്റെ പേരിൽ എന്റെ മോൻ എന്തേലും ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ആ സമയം ശാരി മനസ്സിൽ പറയാ, അവനകത്ത് കിടന്നാൽ മതിയായിരുന്നു, ഒരു കാരണവശാലും പുറത്തിറങ്ങണ്ടായിരുന്ന. അപ്പോഴേക്കാണ് ചന്ദ്രസേനൻ അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രേട്ട, എന്തായി കാര്യങ്ങൾ? വക്കീലിനെ കണ്ട് എന്തൊക്കെയായി? അത് പിന്നെ നരസിംഹ വക്കീലിനെ പോയി കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവീൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജാമ്യം കിട്ടിയില്ല. ഇനിയിപ്പോ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ സംശയമാണ്, നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല ചന്ദ്രേട്ട, നരസിംഹ വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയാൻ വരായിരുന്നോ? ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, നീ വിഷമിക്കണ്ട, നമ്മുടെ മോൻ ഇങ്ങോട്ടേക്ക് വരും. നിനക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചു. അല്ല, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതും പറഞ്ഞ് രൂപയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് സ്റ്റെഫി എന്ത് ചെയ്തു? പിന്നെ സെല്ലിൽ പോയി അവരെ കണ്ടിട്ട് നേരെ തിരികെ പോവാണ്. പോകുന്ന വഴിക്കാണ് സ്റ്റെഫി പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. അന്തം വിട്ട് സ്റ്റെഫി അങ്ങോട്ടേക്ക് നോക്കുവാണ്. ആരെ കണ്ടിട്ടാ നോക്കണേന്ന് അറിയത്തില്ല. ആരെയോ കണ്ടിട്ട് സ്റ്റെഫി വല്ലാത്തൊരു ഞെട്ടലോടെ നോക്കുവാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.